ഒട്ടും വൈകിക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ എല്ലാവരും. ടൈപ്പ് ഓഫ് അൺഓക്യുപ്പൈഡ് പ്ലേ എന്ന് പറഞ്ഞു വെച്ചാൽ ബർത്ത് മുതൽ ചില മന്ത് വരെ ഉണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന നോർമൽ മൊമെൻറ്റ്സിനെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് സോളിറ്ററി പ്ലേ ആണ്. ഇത് 3 to 8 മന്തിലാണ് നമ്മൾ ബേബിയിൽ കാണുന്നത്. ഇത് നമ്മൾ ബേബി തനിയെ അവരുടെ ഡോൾസായിട്ട് അവർ ദെയർ ഓൺ ബൈ സെൽഫായിട്ട് പ്ലേ ചെയ്യുന്നതാണ്. അടുത്തത് ഓൺ ലുക്കർ പ്ലേ ആണ്. ഇത് ടോൾഡർ ഏജിൽ സംഭവിക്കുന്നതാണ്. വേറെ പിള്ളേർ കളിക്കുന്നത് നോക്കും, നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ പീരീഡിലാണ് ഒരുപാട് ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്. അടുത്തത് പാരലൽ പ്ലേ ആണ്. ഇത് 18 to 2 years വരെയുള്ള പിള്ളേരുടെ ഇടയിലാണ് സംഭവിക്കുക. ചിൽഡ്രൻസ് വേറൊരാൾ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും, അതുപോലെ കളിക്കാൻ വേണ്ടി അതേപോലെ കോപ്പി അടിച്ച് കളിക്കുന്നതാണ്. ഈ സമയത്താണ് നമ്മൾ പിള്ളേർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ചീത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ കോപ്പി അടിക്കുന്നത് ഈ ടൈമിങ്ങിലാണ്. അടുത്തത് അസോസിയേറ്റീവ് പ്ലേ ആണ്. ഇതിൽ പ്രീ സ്കൂളേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ ഈ പിള്ളേർ കൂടുതലും കളിക്കാൻ ഇതിൽ ഇൻട്രസ്റ്റഡ് ആവുന്ന ഈ ടൈം ഓഫ് പീരീഡിൽ സോഷ്യലൈസ് ചെയ്യും. അവർ വേറെ പിള്ളേരുമായിട്ട് നല്ല കമ്പനി കൂടുന്നത് ഈ ഒരു പീരീഡിലാണ്. അടുത്തത് കോപ്പറേറ്റീവ് പ്ലേ ആണ്. കോപ്പറേറ്റീവ് പ്ലേയിൽ മെയിനായിട്ട് സ്കൂൾ ഏജും പ്രീ സ്കൂളേഴ്സും ഇതിൽ ഉൾപ്പെടും. ഇതിൽ മെയിനായിട്ട് നമ്മൾ മറ്റുള്ളവരെ